ഓക്കെ. റെസൻറ്റ് കോമൺവെൽത്ത് പോയട്രി ആൻഡ് കാനഡാസ് പ്ലേസ് ഇൻ ഇറ്റ്. എന്താണ് കോമൺവെൽത്ത് കവിതയും അതിലെ കാനഡയുടെ സ്ഥാനവും. ദിസ് ചാപ്റ്റർ ഹൈലൈറ്റ് ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ റെസൻറ്റ് കോമൺവെൽത്ത് പോയട്രി ത്രൂ സം ഓഫ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫിഗർ വിച്ച് വിൽ എനേബിൾ us to understand the position of Canadian poetry in recent times. എന്താണ് കോമൺവെൽത്ത് കവിത എന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് എഴുന്നേറ്റ രാജ്യങ്ങളിൽ നിന്നുള്ള ആംഗലേയ കവിതകളുടെ സമാഹാരമാണ്. ഈ കവിതകൾ ജന്മഭൂമിയുടെ ഐഡൻറ്റിറ്റി, സ്വാതന്ത്ര്യാനന്തര പ്രതിസന്ധികൾ, സംസ്കാരപരമായ തർക്കങ്ങൾ, ഭൗമീയത, ആധുനികത എന്നിവയുമായി ബന്ധപ്പെട്ട നിലപാടുകൾ പ്രകടിപ്പിക്കുന്നു. Derek Alton Walcott was born on January 23, 1913. He was the West Indian poet, playwright, writer and visual artist who wrote mainly in English. He was born in Castries, St. Louis, and he won the Nobel Prize for Literature in 1992. His work that developed independently of the schools of magic realism emerged in both South America and Europe at around the time of his birth, and is intensely related to the symbolism of myth and its relationship to culture. He is best known for his epic poem Ombros, which was a reworking of Homeric story and tradition into a journey around the Caribbean and beyond to the American West and London. ഓക്കെ, ചാപ്റ്ററിൽ പറയുന്നത് എന്താണ് 20-ാം നൂറ്റാണ്ടിൽ E.J. പ്രാറ്റ്, വില്യം ബ്രൈൻ, മാർഗരറ്റ് അറ്റ്വുഡ്, അതേപോലെ നമ്മുടെ ഡെറക് ആൽട്ടൺ വാൽക്കോട്ട് തുടങ്ങിയവർ പ്രകൃതിയുമായി മനുഷ്യർ നടത്തുന്ന സമ്പർക്കവും സംഘർഷവും ആഴത്തിൽ പരിശോധിച്ചു. പലപ്പോഴും പ്രകൃതിയെ അതിക്രമിക്കുന്ന മനുഷ്യൻ്റെ സമീപനമാണ് ഈ കവിതകൾ വിമർശനാത്മകമായി നിലകൊള്ളുന്നത്. പ്രകൃതിയെ വെറും പശ്ചാത്തലമല്ലാതെ ഒരു ജീവിതാനുഭവം, ആത്മാവിൻ്റെ പ്രതിഫലനം, ചിലപ്പോൾ ദൈവികതയുടെ പ്രതീകമെന്നും കാനഡിയൻ കവിതകൾ കണ്ടിരുന്നു. റൊമാൻറ്റിക് പോയട്രിയുടെ സ്വാധീനം ചില കാലഘട്ടങ്ങളിൽ പ്രകടമായിരുന്നുവെങ്കിലും പിന്നീട് അത് പരിസ്ഥിതി സംരക്ഷണ ബോധത്തിലേക്ക് മാറ്റം വരുത്തി. കാനഡയിലെ പ്രകൃതി കവിത പ്രകൃതിയുടെ ഭംഗിയും ഭീകരതയും ഒരുപോലെ അടയാളപ്പെടുത്തുന്നതോടൊപ്പം മനുഷ്യൻ അതോടുള്ള ബന്ധം എങ്ങനെ നിർവചിക്കുന്നു എന്നു ഗൗരവമായി പരിശോധിക്കുന്നു. അതിൻ്റെ പ്രാധാന്യം കാനഡയുടെ ദേശീയ പ്രതിച്ഛായയുടെയും സാഹിത്യപര പാരമ്പര്യത്തിൻ്റെയും അങ്ങേയറ്റത്താണ്. കോമൺവെൽത്ത് എന്നത് ബ്രിട്ടീഷ് വസാഹിക ഭരണത്തിൽ നിന്ന് എഴുന്നേറ്റ രാജ്യങ്ങളിൽ നിന്നുള്ള ആംഗലേയ കവിതകളുടെ സമാഹരണമാണെന്ന് പറഞ്ഞു. അതിന് ഒരുപാട് സവിശേഷതകളുണ്ട്. എന്താണ് വസാഹതിക പശ്ചാത്തലമായ ചരിത്രബോധം, ദേശീയം, സാംസ്കാരികം, ഭാഷാ തിരിച്ചറിവുകൾ, കുടിയേറ്റ അനുഭവങ്ങൾ, ആധുനികതയോടുള്ള പ്രതികരണം. കാനഡ കോമൺവെൽത്ത് കവിതയിലെ മുഖ്യ ഭാഗം വഹിക്കുന്നു. കാനഡയിലെ കവികൾ ആംഗ്ലോ ഫ്രാങ്കോ പാരമ്പര്യത്തിൽ നിന്നുള്ളവരായതുകൊണ്ടും ബഹുസാംസ്കാരിക സമൂഹം എന്ന നിലയിൽ വളർന്നതുകൊണ്ടും കനേഡിയൻ കവിതയ്ക്ക് പ്രത്യേക രൂപം കിട്ടി. അതിൻ്റെ പ്രധാന സവിശേഷതകളെന്ന് പറയുന്നത് പ്രകൃതി ദൃശ്യങ്ങളിലെ ആഴം, കാനഡയിലെ പ്രകൃതി ഭംഗിയും അതിനോട് കലർന്ന ആത്മീയതയും, ഐഡൻറ്റിറ്റിയുടെയും സ്വതന്ത്രതയുടെയും അന്വേഷണങ്ങൾ, കാനഡയെ വെറും ബ്രിട്ടീഷ് ആധിപത്യമുള്ള ദേശമല്ലാതെ ഒരു പുതിയ ദൈവിക ജീവിതമെന്ന രൂപത്തിൽ കാണുന്ന സമീപനം, സ്ത്രീവാദം, പരിസ്ഥിതിബോധം, ആദിവാസി മനുഷ്യരുടെ അവകാശങ്ങൾ തുടങ്ങിയവ ആധുനിക വിഷയങ്ങൾ കവിതയിൽ വന്നു ചേർന്നു. പ്രമുഖ കനേഡിയൻ കോമൺവെൽത്ത് കവികളായ മാർഗരറ്റ് അറ്റ്വുഡ്, ഇർവിൻ ലൈട്ടൺ, E.J. പ്രാറ്റ്, മിക്കാኤൽ ഒൻഡാറ്റെ. ശ്രീലങ്ക വംശജനായ കാനഡയിൽ പ്രവാസിയായ കവിയും എഴുത്തുകാരനാണ് അദ്ദേഹം. കോമൺവെൽത്ത് കവിതയിലുണ്ടായ ബഹുസ്വരതയും സാംസ്കാരിക സങ്കീർണതയും കാനഡയുടെ കവിതാ സൃഷ്ടിക്ക് വലിയ സ്വാധീനം ചെലുത്തി. അതിലൂടെ കാനഡ സ്വന്തമായ ശബ്ദം കണ്ടെത്തുകയും ആഗോള കവിതാ ഭൂപടത്തിൽ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തു. വാൽക്കോട്ട്സ് പ്ലേസ് weave together a variety of forms, including those of the folklore, morality, play, allegory, fable, ritual and myth, as well as using emblematic and mythological characters to address issues in non-realistic ways.